നേതാ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ശക്തമായ തിരിച്ചടി കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് കോടതി റദ്ദാക്കുകയും ചെയ്തത്. പ്രതികളും സർക്കാരും TPയുടെ ഭാര്യ KK രമ MLAയും നൽകിയ അപ്പീലുകളിലാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ ഒപ്പം ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കൃത്യമായ രീതിയിലൂടെ അത് പരിഗണിച്ചിരിക്കുന്നത്. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. മാത്രമല്ല മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് 3 വർഷം കഠിന തടവും വിചാരണ കോടതി 2014 ശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ PK കുഞ്ഞനന്ദൻ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ 2020 ജൂണിലാണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 36 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ CPMന്റെ നിലവിലത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയായ P മോഹൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. 12 പ്രതികൾ ഈ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയിരുന്നു. മാത്രമല്ല അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. CPM നേതാവ് P മോഹൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു KK രമയുടെ അപ്പീൽ ഹൈക്കോടതിയിൽ എത്തിയത്. മാത്രമല്ല ഈ P മോഹനെ വെറുതെ വിട്ടത് കോടതി പിന്നീട് ശരിവെക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് കോടതി ശരിവെച്ചത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായ സംഭവമാണ് 2012 മെയ് 4 ഇത്തരത്തിലുണ്ടായത്. RB സ്ഥാപക നേതാവായ TP ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം കൊലപ്പെടുത്തുന്ന അതിദാരുണമായ സംഭവം. 51 വെട്ടി ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന കൊടും ക്രൂരത അവിടെ അരങ്ങേറുകയും പിന്നീട് ചന്ദ്രശേഖരൻ CPMൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഉഞ്ചിയത്ത് RB എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് പകരം വീട്ടാൻ CPMകാരായ പ്രതികൾ കൊല നടത്തിയിരുന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കണ്ടെത്തൽ. ഏതായാലും അതിലാണ് ഇപ്പോൾ ഈ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. 2 പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കാനുള്ളത് KK കൃഷ്ണൻ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ KK കൃഷ്ണൻ ഒപ്പം തന്നെ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. അങ്ങനെ ശക്തമായ തിരിച്ചടി കോടതിയിൽ നിന്ന് ഈ പ്രതികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ പ്രതികളുടെ അപ്പീല് കോടതി തള്ളിയിരിക്കുന്നു, ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ വാർത്ത. അഭിജിത്ത്, ഈ കോടതി വിധിയിൽ KK രമ MLAയുടെ ഒരു പ്രതികരണം വരുന്നുണ്ടോ? എന്താണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഏതായാലും KK രമയുടെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വിധിയിൽ സന്തോഷമുണ്ട് എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് KK രമ പങ്കുവെക്കുകയും ചെയ്യുന്നത്. കേസിൽ CPMന്റെ പങ്ക് തെളിഞ്ഞു എന്നുള്ള കാര്യം കൂടി അവർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. KK രമ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി നിലകൊണ്ടത് കൊലയാളികൾക്ക് വേണ്ടിയാണ്. കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കാൻ CPM പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കോടതി വിധി ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന കോടതി വിധി തൃപ്തികരമാണ് എന്നുള്ളൊരു പ്രതികരണമാണ് KK രമ നൽകിയിരിക്കുന്നത്. CPMനെയും ഒപ്പം തന്നെ പാർട്ടിയും ഒക്കെ തന്നെയും നിശ്ചിതമായി അവർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.